ഓം നമോ നാരായണായ. 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 ഓം നമോ പുരോഹിതം യജ്ഞസ്യ ദേവവൃത്തിജം ഹോതാരം രക്തദാഹമം ഹരി ഓം ഓം നിഷേധോദ്വേത്വഭയവസ്തോ ഭയവസ്താ ദേവോ വസ്സവിതാ പ്രാർത്ഥയതു ശ്രേഷ്ഠതമായ കർമ്മണേ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നമുക്കറിയാം കർക്കിടകത്തിൻ്റെ കാർക്കശ്യം എങ്ങനെയുള്ളതാണ് എന്ന്. അതുപോലെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും അനുഭവിക്കേണ്ടി വരുന്നതായ ക്ലേശങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പരിത്യവും അസുഖവുമായിരിക്കുന്ന ലോകത്തിൽ ഈദൃശമായ ക്ലേശങ്ങളുമായിട്ട് മല്ലടിക്കുന്നതായ സന്ദർഭത്തിൽ ക്ലേശാഭാരിയായ ഭഗവാനെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമേ പൂർണ്ണമായ സംതൃപ്തിയോട് കൂടിയിട്ട് ഒരുവന് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പൂർണ്ണവും പുഷ്കലവുമായ വികാസത്തിലേക്ക് എത്താനുള്ളതായ സാന്നിധ്യം മനുഷ്യജന്മം കിട്ടിയതോടു കൂടിയിട്ട് നമ്മൾ എല്ലാവരിലും അന്തർലീനമായിട്ടിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് അതിനെ പ്രോജ്വലിപ്പിക്കുക എന്നതാണ് ഈശാവാസിവിധം സർവം, ഇത് മുഴുവൻ ഈശ്വരനാൽ അറിയപ്പെട്ടിരിക്കുന്നു എന്ന് ബോധിക്കുകയാണ്. ആ ഈശ്വരൻ്റെ സാന്നിധ്യം തന്നെയാണ് തന്നിൽ വിളങ്ങുന്നത് എന്ന് അറിഞ്ഞ് ജീവിക്കുകയാണ് ജീവിതത്തിൽ പ്രകാശമാനമായ ഭാവത്തിലേക്ക് എത്താനുള്ളതായ സന്ദർഭങ്ങൾ. അപ്പം ആ ഒരു വിശേഷ ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ മഹാത്മാക്കൾ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളതെന്നും അവർ ഏതെല്ലാം തരത്തിലാണ് ഈശ്വര സംബന്ധിയായ കാര്യങ്ങൾ വ്യാപരിച്ചിട്ടുള്ളതെന്നും അവർ നമുക്ക് കാണിച്ചു തന്ന താദൃശമായ ഭാവങ്ങളെ അവലംബിക്കുന്നതിൻ്റെ ഫലമായി മാത്രമേ ആ ഒരു അനന്തമായ സാധ്യതകളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്കറിയാം നാരായണീയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹഭൂതമായ ഭാവമാണ് വാസ്തവത്തിൽ നാരായണീയത്തിനുള്ളതെന്ന്. അപ്പോൾ നാരായണീയത്തിൻ്റെതായ രചനയും സമ്മതമായ കാര്യങ്ങളും ചിന്തിക്കുന്ന സന്ദർഭത്തിലും ശരീരത്തിൻ്റെ പീഡകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനസികമായിരിക്കുന്ന പീഡകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ ശരണാഗതിയെ ചെയ്തിട്ടാണല്ലോ ഭഗവാന് നിർവിനേഷമായ ആ ദൃഷ്ടിയെയും ചിന്താപദ്ധതിയെയും കൊണ്ട് ഇരുന്നതായ സന്ദർഭത്തിൽ ഭട്ടതിരിപ്പാടിൻ്റെ അന്ധകരണത്തിൽ മനോമുഖരത്തിൽ വികസിച്ചതായ ഭാവമാണല്ലോ നാരായണീയം. അതുകൊണ്ട് ആ ഒരു ഭാവത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് കലികാലത്ത് അനന്തമായ സാധ്യതകളിലേക്ക് വികസിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദമൂലങ്ങളിൽ ശരീരമർത്ഥം പ്രാണം സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ഗൃഹാതരത്വത്തോടു കൂടിയിട്ട് കഴിയുന്നതായ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ളതായ സന്നിധികളിൽ ഭഗവാന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒന്നിച്ചുകൂടാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്തരമായൊരു സന്ദർഭമാണ്. അതിൽ നമ്മൾ പങ്കെടുക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തരെയും ഇത്തരത്തിലുള്ളതായ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നാരായണീയത്തിലൂടെയും ഭാഗവതത്തിലൂടെയും സംബന്ധമായ കാര്യങ്ങളിലൂടെയും നമുക്ക് ഗുരുവായൂരപ്പന് ചിത്രസമർപ്പണം ചെയ്ത് വളരെയധികം സന്തോഷത്തോടുകൂടി കുട്ടികളൊപ്പം മനസ്സിന് ശുദ്ധത എന്നുള്ളതായ ഭാവനയോടുകൂടി എത്തിച്ചേർന്ന് സന്തോഷമായിട്ട് ഈ ആരാമത്തിൽ ലോകത്തിൽ ജീവിക്കാനായിട്ട് ഇടവരട്ടെ. അതിന് അമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഗുരുവരപ്പരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വടക്കന്തറ ദേവിയുടെ സന്നിധിയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ശ്രീമൻ നാരായണീയം വിത്ത് തുളസി വളരെ മംഗളകരമായി നമുക്ക് ഈ ചടങ്ങ് തിരുദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തെന്ന ശിവാനന്ദ പ്രസ്ഥാനങ്ങളുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ ആചാര്യനും മഠാധിപതിയുമായ
പരമപൂജ്യസ്വാമി സ്വരൂപാനന്ദ സരസ്വതി മഹാരാജിന് അഖില ഭാരത നാരായണീയ മഹോത്സവത്തിൻ്റെ പേരിൽ മംഗളകരമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അതോടൊപ്പം ഈ ചടങ്ങിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഈ ക്ഷേത്രസന്നിധിയിൽ വന്ന് വളരെ ആനന്ദത്തോടു കൂടി ഈ നാരായണീയ പാരായണം നടത്താൻ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ക്ഷേത്രസന്നിധിയിലുള്ള അമ്മ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം പെട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയ പാരായണം നമുക്ക് ആരംഭിക്കാം. ഏതേതാവദ്വയന്തോ സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാ വിശമേവാശ്രയാമാം സത്വം വ്യക്തൽപരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ബോധേ ഭൂതേന്ദ്രിയസ്യേ ബഹുരിതി ബഹുശ സൂയകേ വ്യാസവാക്യം കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനീകമുക്താ വൈ സുഭഗതമേ നിർമ്മല ബ്രഹ്മ സിന്ധോ കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഭുസ്ത്രതാത്മാ തസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇവജസ്ത്വത്കലാസേവ ഭൂമൻ നിർവ്യാപാരോ വിനിഷ്കാരണമജഭജസേ യക്രിയാക്ഷണാത്യാം തേനൈവോദേദിലീനാ പ്രകൃതി അസതി കൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമവിതമജരോധായ തത്തേ പ്രത്യഗ്രധാരാധരളിതകള യാവനീ കേളികാരം ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാസന്തോഹമന്ദസിഞ്ചസഞ്ചിന്തകാനാം വപുരനുകലേ മാരുതാകാരനാഥ കഷ്ടാകേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഹേതാ ജീവഭാജാ ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മധ്യാഭിജാനി നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വത്തപുശ്ചിന്ദ്രസാദ്രം നേത്രൈഷു പ്രേഷപീത്വാ പരമരസസുധാം പൂരിപൂരേരമാനന്ദസാന്ദ്രാംഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം ശുദ്രം ത്വം ചക്രവാണി ദ്രുമമവിലഷതി നൃത്തമർത്തിർവ്രജോയം കാരുണ്യാൽ കാമമന്യം ദദതി ഖലു പരേ സ്വാത്മജസ്ത്വം വിശേഷാൽ ഐശ്വര്യാദീശതേനേ ജഗതി പരജനേ സ്വാത്മരോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീനഭാഗ്യാഃ സംചാത്മായാമയേ തരുണഗുണഗണാസിന പാപിലേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവശ്ചതമുഖ്യാശ്രയോസി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പുനശ്ചിത്വാധൃത്വമൃദേവി ചിന്തി ബഹുവി സിദ്ധന്തി ജന്മാന്തരേ ത്വൽഭക്തിസ്തു കഥാരസാമൃതചരി നിർമഞ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവി അക്ലേശതസ്ത്വന്നതി സദ്യസിദ്ധികരീ ജയത്യൈവോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാദ്രതാധൃതതരം വാദാലയാധീശ്വര സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 3. ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം പഠന്തോ നാമാനി പ്രമദവര സിന്ധോ നിപതിത സ്മരന്തോ രൂപം ദേവരതയന്തോ ഗുണഗത ചരന്തോ യേ ഭക്തസ്തുതികരമന്ദേ പരമമുൻ അഹം ധന്യാത്മന്യേ സമവിധ സർവഭാവിഷിതാ ദ്രവിളാദിഭക്തോ നദീജലേ തർപ്പയേതസ്ഥലാനി കരാഞ്ജലോ സഞ്ചരിതാകൃതസ്ത്വം അദൃശ്യതാ കശ്ചന ബാലമീന സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നെ ഭുപാലേന മുനിസ്വഗേഹം സ്വൽപേന ഹോമി കലശീ ച കൂപം വാപിം സരശ്ചാന ശിശേ വിഭോ ത്വം യോഗപ്രഭാവാത് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോനി പൃഷ്ടോ മുനാദാഹമാസ്വേതി വദന്നയാസി പ്രാപ്തേ കുദുക്തേ ഹരിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര ദൂഷണം ചത്രിമൂർധം വ്യാഹിംസീരാശന അഴികസമന്ദിര ദക്ഷണാദക്ഷദോഷ്മാ സോധര്യ പ്രോക്തവാർത്താ വിവശദശമുഖ ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യ രാവണീർബാണഗാതം തന്മായ ക്രന്ദനിര്യാപിതവദനുജ രാവണസ്താമഹർഷീർ തേനോട്ടോ വിദ്വമന്തോപായലാഭാ ഭൂയസ്തന്യം വിചിന്തൻ ഹൃദശമുഖ സ്വദ്വദോ മധ്വമേനീതി ഉക്വായാദേ ജഡായോ ദിവമഗസുലപ്രാദനോപേതകാര്യം ഗൃഹാനന്തം ഗബന്ധം ജഗനിതം ശബരീ പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തം വാദസൂനും വൃഷമുദിതമനാ പാഹി വാദാലയേശാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ജപോ നാരായണ 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 ശങ്കര നാരായണ 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 അമേ നാരായണ 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 സാധ്യനാരായണ ഋഷി മേൽചുണ്ടിൽ കൈകൊണ്ടുവരിക ദേവി ഗായത്രി ഛന്ദഃ ദേവി ഗായത്രി ഛന്ദഃ അതേ കൈ ഹൃദയത്തിൽ പരമാത്മാ ദേവത പരമാത്മാ ദേവത ഓക്കേ സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദഃ പരമാത്മാ ദേവത സാധ്യനാരായണ ഋഷി ദേവി ഗായത്രി ഛന്ദഃ പരമാത്മാ ദേവത കൈകൾ തൊഴുതു പിടിക്കുക. ഇനി അവരുടെ പേരും നക്ഷത്രവും മനസ്സിൽ വിചാരിച്ച് അഖില ഭാരത നാരായണീയ മഹോത്സവ വിജയപ്രാപ്തേ ജപേ വിനിയോഗഃ. ഇനി കണ്ണുകൾ അടയ്ക്കുക. ഭഗവാൻ വിഷ്ണുവിനെ മാത്രം മനസ്സിൽ കാണുക. നിവർന്നിരിക്കുക. 6 straight. ഓം നമോ നാരായണായ. ഓം നമോ
ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഓം നമോ നാരായണായ. 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 ഓം ഓം നമോ നാരായണായ. 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 10,000-ഓളം നാരായണീയർ 41 ദിവസം 1008 വീതം നാരായണീയ മന്ത്രം ജപിച്ച് ശതകോടി മന്ത്രാർച്ചന നടത്തുന്നു. അതിലേക്ക് ആവശ്യമായ തുളസി വിത്ത് ഉത്തർപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന് ഗുരുവായൂർ തന്ത്രി ഡോക്ടർ ചേനാസ് ദിനേശൻ നമ്പൂതിരിയുടെ കയ്യിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നമ്മുടെ അധ്യക്ഷൻ ഏറ്റുവാങ്ങുകയും വടക്കന്തറ ശ്രീരാമപുരം വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുകയും ചെയ്ത തുളസി വിത്തിന്റെ വിതരണോദ്ഘാടനമാണ് ഇതിലൂടെ നടത്തുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെന്നെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാലാലാപം. മുരളി പൊഴിക്കുന്ന ഗാലാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെന്നെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഈ പുണ്യ ക്ഷേത്ര നിലയിൽ വെച്ച് ഇന്ന് ഇതൊരു ദിവ്യകാര്യം നടക്കാൻ പോകുന്ന തുളസി വിത്ത് വിതരണം ചെയ്ത് തുടക്കം കുറിക്കുന്ന ഒരു ഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും കിട്ടി. ഭാരതം ഒരു പുണ്യഭൂമി, ഭാരതം ഒരു ദിവ്യഭൂമി, ഭാരതം ഒരു ഉത്സവങ്ങളുടെ ഭൂമിയാണ്. ആ ഉത്സവങ്ങളുടെ പാരമ്പര്യമായിട്ടാണ് ഈ മഹാ ഉത്സവം നമ്മൾ പാലക്കാട് നടക്കാൻ പോകുന്നത്. എല്ലാ വർഷവും നടക്കണ മാതിരി കഴിഞ്ഞ വർഷം ഇത് എറണാകുളത്ത് നടന്നു എന്ന് ആണ് അറിഞ്ഞത്. ഇത് അതിഗംഭീരമായി നടന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പാലക്കാടുകാർക്ക് ഒരു ഗൗരവമായി ഇത് അതിനേക്കാട്ടിലും നന്നായി ഭംഗിയായി നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ വരുന്നത് കാണുന്നത് എല്ലാ അമ്പലങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദൈവിക കാര്യങ്ങളിലും ഇതുപോലെ ആൾക്കാർ കൂടിക്കൂടി വരുന്നതാണ്. ഈ പാലക്കാട്ടുകാരാണ് ഈ ഭക്തി കേരളത്തിൽ മുഴുവൻ അതിൻ്റെ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ചാർജ് എടുത്തിട്ടുള്ളത് പാലക്കാട് ജില്ലയാണെന്നുള്ളത് അറിയാതെ ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സമ്മതിക്കില്ല. പക്ഷെ പാലക്കാട് എനിക്കറിയാം. എനിക്ക് പണ്ഡിറ്റ് ഗോപാലനാരെ തൊട്ട് എനിക്കറിയാവുന്നതാണ്. പലരും അകത്തേക്ക് വന്ന് ഇരിക്കട്ടെ ഈ സീറ്റിൽ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു. ഓരോ വിളക്ക് വെച്ചാൽ ചുറ്റും ഇരുന്ന് രക്ഷാർത്ഥിതെല്ലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് ദിസ് ഇസ് പരിപൂർണൻ എന്നത് അവസാനത്തെ
ചടങ്ങ് അവസാനിപ്പിക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു, അല്ല നീ ചെയ്തത് ചെറിയ കാര്യമൊന്നുമില്ല, യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഓൾ ഓവർ കേരള എന്ന് അദ്ദേഹം പറയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ ഭരിച്ചു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി സമയം കളയാനില്ല. ഭഗവാനെ ഗുരുവായൂരപ്പനെ കയ്യിലെടുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഓരോ സ്ഥലത്തും, അമേരിക്കയുണ്ട്, ഈവൻ ഗൾഫ് കൺട്രീസിൽ അടക്കം നമുക്ക് ക്ഷേത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ നമുക്ക് അവിടെയൊക്കെ പോയി പ്രചരിപ്പിക്കണം. അങ്ങനെ നമ്മൾ മുഴുവൻ ഭഗവാന്റെ ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഹോൾ വേൾഡ് ദർ ഇസ് ഓൺലി വൺ ഗോഡ്, വേൾഡ് മുഴുവൻ നമ്മളുടെ ഒരു ലോകമായിട്ട് മാറ്റണം. അതിനായിട്ട് ഈ വേദിയിൽ നിന്ന് എല്ലാ പ്രോത്സാഹനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ നാരായണീയ ഫെസ്റ്റിവൽ നമുക്ക് നടത്താനുള്ള എല്ലാം ഈ വർഷം തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിത്ത് വിതരണം ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമാണ്. പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് തുളസി വിതരണം. ഭക്തിയുടെ തലത്തിൽ നമ്മൾ ഇപ്പോൾ പലരും പറഞ്ഞു, സ്വാമിമാരെല്ലാം വിവരിക്കും. അതിൽ ആ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ ഒരു തുളസിത്തറ വേണം. വീടായാൽ അത് സിനിമയിൽ ഒരു പാട്ടൊക്കെ ഉണ്ട്, വീടായാൽ ആ തുളസി വേണം, അമ്പലമായാൽ വേണം എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ നിന്ന് കിട്ടുന്നത് പ്രകൃതിയിൽ ഓസോൺ വലയം എന്ന് പറയുന്ന അതിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ധാരാളം ഓക്സിജൻ കിട്ടും. എല്ലാ രോഗത്തിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ തുളസി വീടിന് ചുറ്റുമുണ്ടെങ്കിൽ നന്നായിരിക്കും. പല സത്സംഗങ്ങൾ ഈ വടക്കന്തറ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടക്കുന്നുണ്ടെങ്കിലും ഒരു നാരായണീയ ഒരു മഹോത്സവം നടക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് ആൾക്കാരെ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ സനാതന ധർമ്മവും അനുഷ്ഠാനങ്ങളും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഇവിടെ നമ്മുടെ സോമേട്ടൻ പറയുണ്ടായി, നമ്മുടെ സംസ്കാരം ഒരു കുടുംബത്തിൽ നിന്നും എങ്ങനെയാണ് ഉടലെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സോമേട്ടൻ ഇവിടെ പറഞ്ഞു. കാരണം നമുക്കറിയാം, ഇന്ന് വരും തലമുറകളുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളെല്ലാവരും വൈകുന്നേരങ്ങളിലോ ഇപ്പൊ രാമായണ മാസം തുടങ്ങി രാവിലെയോ വൈകുന്നേരം ഒരു രാമായണം വായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മഹർഗ്രന്ഥങ്ങളെല്ലാം, മഹാഭാരതമായാലും നാരായണമായാലും നമ്മുടെ പ്രായമായ എല്ലാവരും അത് ചൊല്ലുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ന് വളരുന്ന തലമുറ തീർച്ചയായിട്ടും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു സങ്കടമാണ്. കാരണം നമ്മുടെ കുട്ടികളെ വൈകുന്നേരങ്ങളിൽ സന്ധ്യാനാമം ചെല്ലാനെങ്കിലും അവരെ പ്രേരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം നമ്മുടെ സനാതന ധർമ്മം വളർത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത്. അത് പാലക്കാട് ജില്ലയാണ് എന്ന് അവിടെ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ നാരായണീയ മഹോത്സവം നടത്താനുള്ള ശേഷിയൊന്നും അന്ന് പോയിട്ടുള്ള സംഘാടകർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അങ്ങനെ സംസ്ഥാനത്ത് നടക്കുന്ന എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിലേക്ക് കുറച്ച് ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മേഖലകളാക്കി ഒറ്റപ്പാലത്തും പാലക്കാടും കൊല്ലങ്കോട് മേഖലയുടെ വണ്ടിത്താവളം ആശ്രമത്തിലും 3 പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആ 3 പരിപാടികളിലും ഒറ്റപ്പാലത്ത് നടന്ന പരിപാടി പാലക്കാട് നടന്ന പരിപാടിയേക്കാൾ കുറച്ച് മുന്നിലേക്ക് പോയി. അത് കഴിഞ്ഞ് കൊല്ലങ്കോട് നടന്ന പരിപാടി അതിലും കുറച്ച് മുന്നിലേക്ക് പോയി. അപ്പോൾ ഈ സംഘാടകർക്കൊരു ആത്മവിശ്വാസം, ഈ നാരായണ ഭക്തർ ഇവിടെ നമ്മൾ വിചാരിച്ച പോലെയല്ല പല ഭാഗത്തും. അപ്പോൾ പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് ആ മഹോത്സവം നടക്കുന്നതിൻ്റെ അവസാന ദിവസം
മഹോത്സവത്തിൻ്റെ ചടങ്ങ് കൊടി ഇറക്കുന്ന സമയത്ത് അത് ഏറ്റുവാങ്ങിക്കാൻ വരണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച സമയത്ത് ഒരു 3 ബസ് ആളുകൾ പോകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടുന്ന് 7 ബസ് പോയി. 7 ബസ് പോയപ്പോഴേ എറണാകുളത്തെ പരിപാടി സംഘടിപ്പിച്ച അവർക്ക് അവിടെ ഈ പാരായണം നടത്തുന്ന ആളുകളെ സ്റ്റേജിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവിടെ തന്നെ 1500ഓളം പേര് വേദിയിലും സദസ്സിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 700 പേര് ഈ പരിപാടിയിൽ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോയി. വലിയൊരു അത്ഭുതമായിട്ട് തന്നെ നമുക്കത് പറയാം. കാരണം 700 പേര് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരായിരുന്നില്ല അന്ന് സംഘാടകർ. പക്ഷെ നാരായണീയ ഭക്തർ ഇറങ്ങി വന്നു. നാരായണീയ മഹോത്സവ സമിതിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി പല ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ പല ആചാര്യന്മാരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ 700 പേരെ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിൽ നിന്നാണ് നമ്മൾ പരിപാടി ആസൂത്രണം ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഈ കൊടിക്കൂറ അവിടുത്തെ പരിപാടി നടന്ന് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ വളരെ ഭയത്തോടു കൂടിയിട്ടായിരുന്നു. എന്താ ചെയ്യാമെന്ന് അറിയില്ല. മഹോത്സവം സംഘടിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. 8 ദിവസത്തെ ഈ പരിപാടി എങ്ങനെ ആസൂത്രണം ചെയ്യും എന്നതിനെക്കുറിച്ച് അറിയില്ല. ഇതൊക്കെ വ്യാകുലമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങളെ അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ പരിപാടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് 325ഓളം സമിതികൾ പൂർണ്ണമായിട്ടും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും സമിതികൾ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് നമ്മളോടൊപ്പം നാരായണീയ മഹോത്സവ സമിതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇന്ന് നമുക്ക് ഈ 325 സമിതികളെ ഒരുമിച്ച് വിളിച്ചാൽ ഇരിക്കാനുള്ള സ്ഥലം പാലക്കാട് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഒരു പരിപാടി നടത്താൻ പാലക്കാട് സ്ഥലമില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ പരിസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ പരിപാടി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മൾ അതിനനുസരിച്ചുള്ളൊരു മണ്ഡപം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത മണ്ഡപം നമുക്ക് കൊക്കിൽ ഒതുങ്ങിയതായിരുന്നില്ല, നമുക്ക് എങ്ങനെയും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു മണ്ഡപമായിരുന്നു. അപ്പോൾ നമ്മൾ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തിരഞ്ഞു പോയി. അങ്ങനെയാണ് ഗായത്രി ഓഡിറ്റോറിയത്തിൽ നമ്മൾ ചെന്നപ്പെടുന്നത്. അവിടെ കൊല്ലങ്കോട് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കാമെന്ന് അവിടുത്തെ മേഖലാ സമിതിയുടെ അകൈതമായിട്ടുള്ള ധൈര്യം നമുക്ക് പ്രചോദനം തന്നു. ആ പരിപാടി നമ്മളവിടെ ആരംഭിക്കാനുള്ള ശ്രമം ചെയ്തു, അതിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ 13 മേഖലയായി ഈ ജില്ലയെ, പാലക്കാട് റവന്യൂ ജില്ലയെ നമ്മൾ തിരിക്കുകയും ആ മേഖലാ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ സാന്ദ്രാനന്ദം ഏകാഹ നാരായണീ യജ്ഞം എന്നുള്ള പരിപാടിക്ക് നമ്മൾ രൂപം നൽകി. ആ സാന്ദ്രാനന്ദം ഏകായജ്ഞം എന്നുള്ള പരിപാടി 11 സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. 13 മേഖലകളിലെ 11 സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. ആ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് തിരിച്ചറിഞ്ഞത് എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാ പരിപാടികളും നമ്മൾ വിചാരിച്ചതിലധികം മുന്നോട്ട് പോവുകയും ഈ പാലക്കാട് ജില്ല അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ പരിപാടി 7 ദിവസമായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നു പറ്റുള്ളൂ. ഇപ്പോൾ 22 മുതൽ 29 വരെ എന്നുള്ളതാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടുതൽ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. അത്രയും ആളുകളെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും. ഇത് നാരായണീയ പാരായണത്തിൻ്റെ മഹോത്സവം നടക്കുന്ന പരിപാടിയുടെ തുടക്കം കുറിക്കുന്ന ചടങ്ങ് എന്നുള്ള തുളസി വിത്ത് വിതരണം ഏറ്റുവാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ്. ഏറ്റുവാങ്ങിക്കുന്നതിന് വേണ്ടി ആരെയാണ് വിളിച്ചിട്ടുള്ളത്, അവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരത് ഏറ്റുവാങ്ങിച്ച് കൊണ്ടുപോയി അതാത് മേഖലകളിൽ കൊണ്ടുപോയി മേഖലകളിൽ ഇത് വിതരണം ചെയ്ത് ഓഗസ്റ്റ് മാസം 12-ാം തീയതി നമ്മുടെ നാരായണീയ പാരായണത്തിന് വേണ്ടിയുള്ള ശതകോടി അർച്ചന എന്നുള്ള പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓഗസ്റ്റ് മാസം 12-ാം തീയതിക്ക് മുമ്പ് ഈ ഇരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥാനീയ സമിതികളിലും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള സമിതികളിലും ഈ വിത്ത് എത്തിക്കുകയും വിത്ത് ഓരോ വ്യക്തിയുടെ കയ്യിലും ഓരോ കുടുംബത്തിൻ്റെ കയ്യിലും എത്തിക്കുകയും അവിടെ ഓഗസ്റ്റ് മാസം 12-ാം തീയതി വിത്ത് പാകി
പിന്നെയും കഴുകിയെടുത്താൽ പിന്നെയും പൂജിക്കുക എന്ന് പറഞ്ഞു. അത്രയും പവിത്രമായിട്ടുള്ള തുളസിയെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടാതെ തന്നെ നമുക്ക് തുളസിയെ വളർത്താം. നമ്മുടെ വീട്ടിലെല്ലാം തുളസിത്തറയുണ്ട്. തുളസിത്തറയ്ക്ക് അടുത്ത് തന്നെ നമുക്ക് തരുന്ന തുളസി കിറ്റിന് ഇത് വളർത്താനുള്ള പോട്ടുണ്ട്, ഒരു ചെടിച്ചട്ടിയുണ്ട്. ആ ചെടിച്ചട്ടിയിൽ നമ്മൾ വളർത്തണം. എങ്ങനെ നാരായണീയത്തെ കൊണ്ടാടുന്നത് മുഴുവൻ ഇവിടെയുള്ള ഗോപികമാരായിട്ടുള്ള അമ്മമാരാണ്. അവര് മത്സരിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പങ്കെടുക്കുന്നത്. അഹമഹമികയ എന്ന് പറയും പോലെ ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ ഓരോ ആചാര്യന്മാരും അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളും എല്ലാവരും വളരെ ശ്രദ്ധയോടെ താല്പര്യത്തോടെ ഈ ഒരു പരിപാടി വിജയിപ്പിക്കണം, ഇതിൽ നമ്മുടെ പങ്കാളിത്തം പൂർണ്ണമായിട്ടുണ്ടാവണമെന്ന് ഓരോരുത്തരും അവരവരുടെ പരിപാടിയായിട്ടാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലേ? നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന പരിപാടി പോലെ നിങ്ങൾ അത് സ്വയം ഏറ്റെടുക്കണം, അത് വിജയിപ്പിക്കണം, അല്ലേ? കാരണം അത് ആരുടെ കാര്യമാണ്? ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കാര്യമാണ്. അപ്പൊ ഗുരുവായൂരപ്പനോടുള്ള പ്രേമം നമ്മൾ ഈ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. നാരായണീയ പാരായണം മാത്രമല്ല, അതിനോട് അനുബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ആഘോഷങ്ങളും എല്ലാം വിജയിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഭഗവാന്റെ യശസ്സിനെ ലോകം മുഴുവൻ പരത്തുക, അല്ലെ? കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക. നമ്മൾ നന്നായിട്ട് നടത്തുമ്പോഴാണ് പുതിയ ആളുകൾക്ക് ഇതിൽ ആകർഷണം ഉണ്ടാവുക. എന്താ ഇവിടെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് കൗതുകത്തോടെ കൂടുതൽ ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് വന്നു ചേരണം. അങ്ങനെ ആ ആളുകൾക്കൊക്കെ നാരായണീയത്തിന്റെ സന്ദേശം എത്തണം. എല്ലാവരുടെ ഉള്ളിലും ആ ഭക്തി, ഭഗവത് ഭക്തി, ഗുരുവായൂരപ്പനോടുള്ള ഭക്തി ആഴത്തിൽ ഉറയ്ക്കണം. അതായിരിക്കണം ഇതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഈ നാരായണീയ മഹോത്സവം നടത്തിയിട്ട് അവസാനം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്കെന്ത് കിട്ടി എന്നല്ല ഓരോരുത്തരും, അല്ലെങ്കിൽ എനിക്ക് ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല എന്ന് നിരാശരാവാനും പാടുള്ളതല്ല. ഇതെല്ലാം നമ്മൾ കൂട്ടായിട്ട് നടത്തുന്ന ഒരു ഭഗവാന്റെ ആഘോഷമാണ്. അതിലൂടെ എത്ര ആളുകളുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള മഹാത്മ്യം അറിയിക്കാൻ കഴിഞ്ഞു, ഭഗവാന്റെ തത്വങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞു, ഭഗവാന്റെ സന്ദേശങ്ങൾ അറിയിക്കാൻ കഴിഞ്ഞു, ഭഗവാനിനുള്ളതായിട്ടുള്ള ഭക്തി വളർത്താൻ കഴിഞ്ഞു. ഇതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പൊ ഞാൻ മാത്രം ആരും വിചാരിക്കരുത്. പരമാവധി ആളുകളെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സുവെച്ച്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ കുട്ടികള്, ആർക്കൊക്കെയാണ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുക എല്ലാവരെയും പങ്കെടുപ്പിക്കുക. നിങ്ങളുടെ വിദൂരത്തുള്ളതായിട്ടുള്ള ബന്ധുജനങ്ങളെ ഒക്കെ വരാൻ പറയുക. പാലക്കാട് വെച്ച്, കൊല്ലങ്കോട് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ നാരായണീയ ആഘോഷം നടത്തുന്നുണ്ട്, നാരായണീയ മഹോത്സവം നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരും വന്ന് പങ്കുചേരണം, എല്ലാവരും ധന്യരായി തീരണം, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കണമെന്ന് എല്ലാവരെയും ക്ഷണിക്കുകയും അതിനൊക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങളെല്ലാം മുൻകൈയെടുത്ത് ചെയ്യുകയും വേണം. ഇത് നടത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൽ വളണ്ടിയേഴ്സ് ആണെന്ന് സ്വയം വിചാരിക്കണം. അല്ലാതെ അതിഥികളെ പോലെ വന്ന്, അല്ലേ, മേനി നടിച്ചിട്ട് ഞാനും ഉണ്ടേ എന്ന് കാണിച്ചിട്ട് പോവുകയല്ലോ വേണ്ടത്. നമ്മളാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മഹായജ്ഞത്തിലേക്ക് ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന്, അതിപ്പോ ഏത് രീതിയിലും വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ കായികമായിട്ടുള്ള സർവീസായിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ധനം സമാഹരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിൽ ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടോ എങ്ങനെയൊക്കെ ഇതിനെ വിജയിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ നിങ്ങൾ പങ്കാളികളായി ഈ പാലക്കാട് നടക്കുന്ന ഈ ഒരു നാരായണീയ മഹോത്സവം ലോകം മുഴുവൻ മുഴങ്ങട്ടെ.
അല്ലേ? ലോകം മുഴുവൻ മുഴങ്ങണം, എല്ലാവരും ശ്രദ്ധിക്കണം. പാലക്കാടാണ് ലോകത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം എന്ന് എല്ലാവരും അംഗീകരിക്കട്ടെ. നമ്മളൊക്കെ അതിൽ അഭിമാനിക്കാം, നമുക്കൊക്കെ സന്തോഷിക്കാം. കാരണം മാങ്ങോട്ട് രാമകൃഷ്ണൻജി പറഞ്ഞതുപോലെ എത്ര സൂര്യകൾ സുഹൃതികൾ ഈ പാലക്കാട് ഈ മണ്ണിലാണ് ജനിച്ചു വളർന്ന് നമ്മുടെ ഭാരതം മുഴുവൻ ആധ്യാത്മിക സന്ദേശങ്ങൾ എത്തിച്ചിട്ടുള്ള മഹാപുരുഷന്മാർ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ പാലക്കാട് എന്നും ആധ്യാത്മിക ഭൂമിയാണ്. അത് മേൽക്കുമേൽ വൃദ്ധിയെ പ്രാപിക്കട്ടെ. കൂടുതൽ എല്ലാ ഗൃഹങ്ങളിലും ഈശ്വര ഭക്തി നിറഞ്ഞ് ഒഴുകട്ടെ. അപ്പൊ അതിന്റെ വിശുദ്ധിയും ഭാവനാ സൗരഭ്യം അർത്ഥസമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷകൻ ഭംഗിയുമൊത്തു ശോഭിച്ചിടും സ്തോത്രമനോഹരി മോഹവിനാശിനി നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം, പാടാം, പഠിച്ചിടാം. ഭക്തിവിശുദ്ധിയും ഭാവനാ സൗരഭ്യം അർത്ഥസമ്പുഷ്ടിയും വൃത്തവൈവിധ്യവും ഭാഷകൻ ഭംഗിയുമൊത്തു ശോഭിച്ചിടും സ്തോത്രമനോഹരി മോഹവിനാശിനി നാരായണീയം ഗുരുവായൂരപ്പന്റെ ഗാനാമൃതം കേൾക്കാം, പാടാം, പഠിച്ചിടാം. നാരായണ 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 നാരായണ